ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിതാ ക്രിസ്മസ് തീമിലുള്ള അടിപൊളി ഒരു സ്റ്റാർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും. കാണാനാണെങ്കിലോ അടിപൊളി ലുക്കിലുള്ള ഒരു സ്റ്റാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 3 കളറാട്ടോ ചൂസ് ചെയ്യുന്നത്, യെല്ലോ, റെഡ്, ഓറഞ്ച്. 3 ലെയർ പോലെയാട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് യെല്ലോ, പിന്നെ അടുത്തത് ഓറഞ്ച്, അടുത്തത് ബ്ലൂ, അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ അധിക പേരും റെഡ് വൈറ്റ് ഒക്കെ ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യുക. അപ്പം നമുക്കിതൊരു കളർഫുൾ ആക്കാം കേട്ടോ, വെറൈറ്റി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ യെല്ലോ ആണ് കേട്ടോ ആദ്യം തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ 2-3 ഇതേപോലുള്ള പേപ്പർ ഒരുമിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സംഭവം ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാനിതാ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്തൊന്ന് ക്രോസ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ വരച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായ ഒരു ലൈൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കെയിലൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ആട്ടോ വേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഈ സൈഡിലും വേണം കേട്ടോ. അപ്പോൾ 2 സൈഡിലുമാണ് വേണ്ടത്. അപ്പോൾ അതിനൊരു എളുപ്പ പണിയുണ്ട്. ഇതാ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ മാർക്ക് ചെയ്തതിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 ഭാഗത്തും നമുക്ക് ഒരേ അളവിൽ തന്നെ കിട്ടുമല്ലോ. പിന്നെ ഇതേപോലെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സൈഡിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ആ ഒരു അളവിൽ മറ്റേ സൈഡിലും കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഏതായാലും എളുപ്പപ്പണിയല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈസി വേ കാണിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനി ഇതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഒരു വിശറിയൊക്കെ കണ്ടില്ലേ, ആ ഒരു ലുക്കിലാട്ടോ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈസി ആട്ടോ, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നത്. വളരെ സിമ്പിളാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതുപോലൊരു സ്റ്റാർ വാങ്ങാൻ 500 രൂപയെങ്കിലും വേണ്ടി വരില്ലേ? അതെന്താ നമുക്ക് ആവശ്യമില്ല കേട്ടോ. 10 രൂപ കൊടുത്ത് കളർ പേപ്പർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ മിഡിലൊന്ന് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഒരു എന്താ പറയുക 4 പീസ് കൂടി വേണേ. അപ്പം ഞാൻ 5 പീസാണ് എടുക്കുന്നത്. അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. എല്ലാം ഇതേപോലെ തന്നെ ഇതേ ഒരു മെത്തേഡ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ അടുത്ത കളർ എടുക്കുന്നത് ഓറഞ്ചാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ യെല്ലോ ആണെങ്കിൽ സെക്കൻഡ് ലെയർ ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറിൽ അതേ ഒരു പേപ്പറിൻ്റെ അതേ ഒരു ലെങ്ത്ത് തന്നെ വേണ്ട കേട്ടോ. കുറച്ച് ലെങ്ത്ത് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യെല്ലോ വെച്ചില്ലേ, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഓറഞ്ച് വെച്ചില്ലേ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, കണ്ടില്ലേ. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തില്ലേ, ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് പിന്നെ ബ്ലൂ വരുമ്പം അതിലും ഓറഞ്ചിനെക്കാട്ടിയും കുറച്ചിട്ട് പിന്നെ ഇതേപോലെ വെച്ച് കാണിക്കുന്നത് എന്താ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു യെല്ലോ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റത്തത് കണ്ടല്ലോ, യെല്ലോ കണ്ടില്ലേ, അതിൻ്റെ തൊട്ടതായ ഓറഞ്ച്, അതിൻ്റെ തൊട്ടതായ ബ്ലൂ, ഈ ഒരു ഇതിലാട്ടോ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ബ്ലൂവിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നില്ലേ, ആ ഒരു ഭാഗം നമുക്ക് വേണ്ട. അതേപോലെ ഓറഞ്ചിൻ്റെ ആ ഒരു ഭാഗം വേണ്ട, യെല്ലോ ഫുള്ള് വേണം, അങ്ങനെ കേട്ടോ. അപ്പോൾ യെല്ലോയിൽ 5 പീസാണ് കേട്ടോ വേണ്ടത്. യെല്ലോ 5 കളർ പേപ്പർ എടുക്കുക. അതേപോലെ ഓറഞ്ച് 4 കളർ പേപ്പർ എടുക്കുക. ബ്ലൂ 4, അങ്ങനെ ആട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ബാക്കിയൊക്കെ സെയിം പോലെ തന്നെ നമ്മൾ യെല്ലോ ഒന്ന് ചെയ്തില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ യെല്ലോ ചെയ്തില്ലേ, അതേ ഒരു മെത്തേഡിൽ തന്നെ കേട്ടോ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. ക്രോസ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക, അതേപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ സൈസിൽ കുറച്ച് വ്യത്യാസമുള്ളൂ, ലെങ്ത്ത് വരുമ്പോൾ അതിൽ കുറച്ച് വ്യത്യാസമേ വരുന്നുള്ളൂ കേട്ടോ. ഈ ലെയറായിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരുന്നതേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ എന്താ, ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ ഒറ്റ കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 3 ലെയറിൽ തന്നെ ഒറ്റ കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. റെഡ് വേണമെങ്കിൽ റെഡ് ചൂസ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ കളർഫുൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെ 3 കളറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഫസ്റ്റ് ആ ഒരു ലെയറിൽ ഞാൻ 5 പീസാണ് എടുക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, 6 പീസ് വേണമെങ്കിൽ എടുക്കാം, 7 പീസ് വേണമെങ്കിൽ എടുക്കുക, 8 പീസ് വേണമെങ്കിൽ എടുക്കുക. അതൊക്കെ നമ്മൾ എത്രയാണോ സൈസ്, സ്റ്റാറിൻ്റെ സൈസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് എല്ലാ പീസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ എല്ലാ പീസും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിഡിലിൽ ഒട്ടിക്കുക, എന്നിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് സാധാ ഗ്ലൂ മതി കേട്ടോ. ഗ്ലൂ ഗണ്ണായാലും മതി, സാധാ ഏത് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒട്ടിക്കുന്നതൊക്കെ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. എന്തിനാ വെറുതെ വീഡിയോ ലെങ്ത് ആക്കുന്നതെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയൊരു പീസ് നൂലും കൂടി ഒട്ടിക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാൻ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാമല്ലോ. അത് മറക്കരുത് കേട്ടോ. ആ നൂല് ഒട്ടിക്കുന്ന കാര്യം മറക്കരുത്. ചെറിയൊരു പീസ് മതി കേട്ടോ. നമുക്ക് എവിടെയാണോ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അത് പിന്നെ ബുദ്ധിമുട്ടാവില്ലല്ലോ. ആ ഒരു നൂല് വെക്കാൻ ആരും മറക്കരുത് കേട്ടോ. ഞാനിതാ യെല്ലോ കളർ നൂല് തന്നെ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ 5 പീസായിരുന്നു എടുത്തിട്ടുള്ളത്. അതേപോലെ 6 പീസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്തെടുക്കുക. ഇനി സെക്കൻഡ് ലെയർ ഓറഞ്ച് വെക്കുന്നതിന് മുൻപായിട്ട് ഒരു റൗണ്ട് പീസ് വേണം കേട്ടോ. ഈ കളർ പേപ്പറിൽ നിന്ന് തന്നെ ആ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് ഈ യെല്ലോൻ്റെ മിഡിലായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ഓറഞ്ച് വെക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ ഒന്നുകൂടി ഈസിയാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നേരത്തെ ചെയ്ത അതേ ഒരു മെത്തേഡ് തന്നെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്താൽ മതി. സെക്കൻഡ് ലെയർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ തന്നെ തേർഡ് ലെയർ ഒട്ടിക്കുമ്പോഴും ആ ഓറഞ്ചിൻ്റെ മുകളിൽ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബ്ലൂ ആണല്ലോ തേർഡ് ലെയർ വരുന്നത്. ആ ബ്ലൂ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. ഫസ്റ്റത്തെ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മൂന്നാമത്തെ ലെയറും കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി ലുക്കായിട്ടുള്ള സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വലുത് വേണമെങ്കിൽ നമ്മൾ 5 എടുത്തത് 6 7 8 ആക്കിയാൽ മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിലില്ലേ, ആ മിഡിലിൽ ഒരു കുഞ്ഞ് സ്റ്റാറും കൂടി വെട്ടിട്ട് എന്താ പറയുക കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ഞാൻ ഫോം ഷീറ്റാണ് എടുക്കുന്നത്. സ്റ്റാർ വേണ്ടാന്നുണ്ടെങ്കിൽ റൗണ്ട് പീസ് വെച്ചാൽ മതിയേ. പക്ഷേ സ്റ്റാറല്ലേ ഒന്നുകൂടി ഭംഗി, നമുക്ക് ക്രിസ്മസ് തീമല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റാർ വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സ്റ്റാർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുത്താലും മതിയേ. അപ്പോൾ ആ സ്റ്റാറും കൂടി അതിൽ വന്നപ്പോൾ കണ്ടല്ലോ, അടിപൊളി ലുക്കായിട്ടുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് എത്രമാത്രം ഭംഗി കാണുന്നുണ്ട്. നല്ല അടിപൊളിയല്ലേ? ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിയും ഭംഗിയുണ്ട് കേട്ടോ. എന്താ പറയുക, നേരിട്ട് കാണാൻ ഇങ്ങനെ തന്നെ ഭംഗിയുണ്ട്, നേരിട്ടും അടിപൊളിയാണ്. എന്താ പറയുക, അടിപൊളി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ പറയുക അടിപൊളിയായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്രിസ്മസിന് നമുക്ക് ഇതേപോലെയുള്ള വെറൈറ്റി സ്റ്റാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെയുള്ള കളർ പേപ്പർ എന്തായാലും ചിലപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ സ്കൂൾ ആവശ്യത്തിനൊക്കെ കളർ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചാൽ പോരെ. പിന്നെ ഗ്ലൂ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ ഒരു സ്റ്റാർ സെറ്റാക്കല്ലോ. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇനി പിന്നെന്താ, ഇതേപോലെയുള്ള വെറൈറ്റി ഐഡിയാസായിട്ട് ഇനിയും വരാം കേട്ടോ. അതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇനിയും എന്താ പറയുക വെറൈറ്റി ഐഡിയാസായിട്ട് വരുന്നത്. ഇതേപോലെ ഇൻഷാ അല്ലാഹ് ഇനിയും വെറൈറ്റി ഐഡിയാസായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.